Yes, dears, Rain Bazaar എന്ന ചാപ്റ്ററിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം റെയിൻ ബസേരമേ എന്നുള്ളത് ഒരു യാത്രാവൃത്താണ്. അമൃത് ലാൽ ബേഗഡ് എഴുതിയിട്ടുള്ള യാത്രാവൃത്താണ് റെയിൻ ബസേരമേ എന്നുള്ളത്. നമുക്ക് നോക്കാം. रेन बसेरे में हिंदी के प्रसिद्ध साहित्यकार അമൃത്ലാൽ ബേഗഡ് ദ്വാര ലിഖിത് एक പ്രസിദ്ധ യാത്രാവൃത്ത് है. അതായത് ഇതൊരു യാത്രാവൃത്താണ്. ആരാണ് റൈറ്റർ? അമൃത്ലാൽ ബേഗഡ്. അപ്പൊ അദ്ദേഹം ഈ ഒരു യാത്രാവൃത്തിലെ ഒരു പാർട്ടാണ്, ഒരു കഥാപാത്രം കൂടിയാണല്ലേ. നോക്കൂ, ये पाठ उनकी नर्मदा पदयात्रा के दौरान हुए अनुभवों और प्रकृति के साथ उनके जुड़ाव का एक मार्मिक और प्रेरणादायक चित्रण है. ഇത് അദ്ദേഹത്തിന്റെ നർമ്മദാ പദയാത്ര, അതായത് അദ്ദേഹത്തിന്റെ ഒരു യാത്ര ചെയ്യുന്ന ആ ഒരു അനുഭവത്തിലുള്ള ഒരു ശരിക്കുമുള്ള ഒരു കഥയാണ്. അതിലുള്ള അനുഭവവും അതുപോലെ തന്നെ പ്രകൃതിക്ക് സാത്ത് ഉൻകെ ജുഡാവ് കാ എക് മാർമിക് और प्रेरणादायक ചിത്രൻ ഹേ. പ്രകൃതിയോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു അടുപ്പം, അതുപോലെ തന്നെ ഒരു മാർമികമായിട്ടുള്ള പ്രേരണാദായകമായിട്ടുള്ള ഒരു ചിത്രണമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത നോക്കാം. ये यात्रावृत्त नर्मदा नदी की परिक्रमा से जुड़े അനുഭവം पर आधारित है. ഓക്കെ, നമുക്കത് അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ. പദയാത്ര കെ ദൗരാൻ ലേഖക്, ഈ പദയാത്രയില് ലേഖകൻ അമൃത്ലാൽ ബേഗഡ് एक गांव में पहुंचते हैं. ഒരു ഗ്രാമത്തിൽ എത്തുകയാണ്. അപ്പൊ ലേഖകൻ ഒറ്റയ്ക്കാണോ പോകുന്നത്? അല്ല, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ചോട്ടുവിന്റെ കൂടെയാണ് പോകുന്നത്. ഇവിടെ एक गांव में पहुंचते എന്ന് പറയുമ്പോൾ അത് ഏത് ഗ്രാമമായിരുന്നു? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ആണ് പഥോഡ ഗാവ് അല്ലെ. യെസ്, പഥോഡ. ജഹാം അചാനക് രാത് കോ ഘൻഘോർ ബാരിഷ് ശുരു ഹോ ജാതി ഹെ. അവിടെ പെട്ടെന്ന് ഒരു ദിവസം രാത്രി വളരെ ശക്തമായിട്ടുള്ള ഒരു മഴ പെയ്യാണ് അല്ലെ. നോക്കൂ, उस रात बिताने के लिए उन्हें एक छोटे से मंदिर में ആശ്രയ लेना पड़ता. അപ്പോ റെയിൻ ബസേര എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? രാത്രി താമസിക്കാനുള്ള സ്ഥലം എന്നുള്ളതാണ്. അപ്പോ അന്ന് അവരൊരു അമ്പലത്തിന്റെ വരാന്തയിൽ അവർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം അവർക്ക് കിട്ടുകയായിരുന്നു അല്ലെ കഥയില്. ഉസി രാത് മന്ദിർ മേ एक മാനസിക് രൂപ സെ വിക്ഷിപ്ത വ്യക്തി. അപ്പൊ എന്താണ് ഈ വിക്ഷിപ്ത വ്യക്തി എന്ന വാക്കിന്റെ അർത്ഥം? പാഗൽ ആത്മി. അതായത് അന്ന് രാത്രി അവിടേക്ക് ഒരു പാഗൽ ആത്മി വരികയാണ്. പാഗൽ ആത്മി ആ ജാത്താ ഹെ വന്നു. और आधी रात तक चिल्लाता रहता. വളരെയധികം അവരെ ബുദ്ധിമുട്ടിച്ചു. ആരെയാണ്? അമൃത്ലാൽ ബേഗഡ്, അതായത് റൈറ്ററെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ചോട്ടുവിനെയും. നോക്കൂ, इस घटना के कारण, ഈ ഘടന കൊണ്ട് ലേഖക് के मन में पूरी रात ना बीतने जैसा गहरा भय उत्पन्न होता है, लेकिन वे पूरी रात जाग कर और ईश्वर का स्मरण कर बिताते हैं. അപ്പൊ അന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഉറക്കമൊന്നും ലഭിച്ചില്ല. അതുപോലെ തന്നെ എന്താണ്, ആ രാത്രി മുഴുവനും അദ്ദേഹം ഉണർന്നിരുന്നു. എന്തുകൊണ്ടായിരുന്നു ഉണർന്നിരുന്നത്? അവസാനം ഈ പാഗലാത്മി തന്റെ അവിടെയുള്ള ബാഗുകളും എല്ലാം പരിശോധിച്ച ശേഷം അതിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ കിട്ടി അല്ലെ. ആ പുസ്തകങ്ങൾ കിട്ടിയപ്പോ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് ഈ വന്നിരിക്കുന്നത് അമൃത്ലാൽ ബേഗഡ് ഒരു അധ്യാപകനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ഒരു 20 രൂപയുടെ നാണയത്തൊട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ് അല്ലെ, അമൃത്ലാൽ ബേഗഡിന്റെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ് അല്ലെ. ये पाठ प्राकृतिक आपादानों विकट परिस्थितियों में धैर्य रखने और प्रकृति के बीच जीवन जीने की स्थिति को दर्शाता है. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നത് അധ്യാപനം എന്ന ജോലിയോട് ഒരു പാഗലാത്മി കാണിച്ചിട്ടുള്ള റെസ്പെക്ട്, ബഹുമാനം. അതുപോലെ തന്നെ അവിടെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒരുപാട് കൃഷിനാശങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ പരിസ്ഥിതിയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. അപ്പൊ ഇത്രയുമായിരുന്നു റെയിൻ ബസേരമേ എന്ന ചാപ്റ്ററിൽ, എന്ന യാത്രാവൃത്തത്തിൽ അമൃത്ലാൽ ബേഗഡ് നമ്മളെടുത്ത് പറഞ്ഞ കഥ അല്ലെ. അപ്പോ ഈ ഒരു ചാപ്റ്റർ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് 12-ാം തീയതി രാത്രി കൃത്യം 7 മണിക്ക് ഞാൻ ലൈവിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. മാക്സിമം ഫ്രണ്ട്സിനെയും കൂടി വരണം. ഓക്കെ, ബൈ.